2 Corinthians 2:14. ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. അപ്പോൾ അവിടെ പറഞ്ഞു, ക്രിസ്തു വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് അവന്റെ നാമം ദൈവ വചനമാണെന്ന്. അപ്പം വചനം വഴിയാണ് നമ്മൾക്ക് വിജയം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. The victory always is promised through the word of God. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം നോക്കുകയാണെങ്കിൽ 33-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം പറയുന്നുണ്ട്, നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം തരും. ആ ഉത്തരം തരുന്നത് എങ്ങനെയാണ്? എനിക്ക് എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഇത് സംഭവിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയും, നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം തരും. ആ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ളതായിരിക്കും. ഒന്ന് വായിച്ചേ. എന്നെ വിളിക്കുക, കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. നിനക്ക് ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, കൊരിന്ത്യസ് ലേഖനത്തിൽ 1-ാമത്തെ 2-ാമത്തെ വചനം 1 Corinthians 2:9 പറഞ്ഞിട്ടുള്ളത്, കണ്ണുകൾ കണ്ടിട്ടില്ല, കാതുകൾ കേട്ടിട്ടില്ല, ഹൃദയ മനസ്സ് ഗ്രഹിച്ചിട്ടുമില്ല. നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ ദൈവം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പോൾ വിജയം ആര് വഴിയാണ്? എപ്പോഴും യേശു ക്രിസ്തു വഴിയാണ്. അതുകൊണ്ടാണ് 1 Corinthians 15-ാമത്തെ അധ്യായം 57-ാമത്തെ വചനം പിന്നെയും പറയുന്നുണ്ട്, ബട്ട് താങ്ക്സ് ബി ടു ഗോഡ് ഹു ഗിവ്സ് us victory through Christ our Lord. അപ്പോൾ എപ്പോഴും വിജയം യേശു ക്രിസ്തു വഴി, വിജയം വചനം വഴി. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹമാകുന്ന വചനത്തിൻ്റെ ഫലമാണ് വിജയം. Are you with me? ദൈവത്തിൻ്റെ അനുഗ്രഹമാകുന്ന വചനത്തിൻ്റെ ഫലമാണ് വിജയം. അത് എപ്പോഴും വിജയമുണ്ടാകും. നെല്ല് നമ്മൾ നട്ടാൽ നമുക്ക് നെല്ല് കൊയ്യാൻ പറ്റും. ഓൾവേസ് we can do it. വാജി, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. പിന്നെ റോമൻസ് 7-ാമത്തെ അധ്യായം 25-ാമത്തെ വചനം പറയുന്നുണ്ട്, ഐ താങ്ക് ഗോഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ് ഹൂ വിൽ ഡെലിവർ മീ ഫ്രം ദിസ് ബോഡി. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ആക്ച്വലി 24-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ ഒരു വലിയൊരു പ്രയാസത്തിലായിരുന്നു. ദാറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നന്മ ചെയ്യാൻ പറ്റുന്നില്ല, അത് ചെയ്യാൻ വേണ്ട എന്ന് വെച്ച തിന്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവസാനം 24-ാമത്തെ വചനം പറയുന്നുണ്ട്, ഓ റെച്ചഡ് മാൻ ദാറ്റ് ഐ ആം ഹൂ വിൽ ഡെലിവർ മീ ഫ്രം ദിസ് ബോഡി ഓഫ് ഡെത്ത്. 25-ാമത്തെ വചനം പറയുന്നുണ്ട്, ഐ താങ്ക് ഗോഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ്. അപ്പോൾ ഏത് സാഹചര്യമായാലും നമുക്ക് വിജയം തരുന്നത് യേശു ക്രിസ്തു വഴിയാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു ഇതാണ്, നമ്മൾ ഏതവസ്ഥയിലാണെങ്കിൽ പോലും ദൈവം നമ്മളുടെ കൂടെ ഉണ്ട്. കാരണം അതാണ് അവൻ്റെ പേര് തന്നെ. മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 23-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, അവൻ്റെ പേര് ഇമ്മാനുവൽ, ഗോഡ് വിത്ത് അസ്. ദൈവം നമ്മോടുകൂടെ. അതെന്താണ്? ദൈവത്തിന് നമ്മളുമായിട്ട് ഒരു വ്യക്തിപരമായ സ്നേഹബന്ധം ആവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മോട് കൂടെ എന്ന് പറയുന്ന ഇമ്മാനുവൽ, യേശു ക്രിസ്തുവിന് ആ പേര് കൊടുത്തിരിക്കുന്നത്. പിന്നെ അങ്ങനെ നമുക്ക് ആ ദൈവവുമായിട്ട് ഒരു വ്യക്തിപരമായ സ്നേഹബന്ധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ദൈവം നമ്മളെ കൈവിടുകയില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാൻ പറ്റും. അതാണ് സങ്കീർത്തനം 30-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഹിസ് ഫേവർ ഈസ് ഫോർ എ ലൈഫ് ടൈം. അവൻ്റെ ഫേവർ on your life is for a lifetime. അല്ലാതെ കുറച്ച് കാലത്തേക്കോ കുറച്ച് സമയത്തേക്കോ അല്ല, is for a life. ഒന്ന് വായിച്ചേ. അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ, അവിടുത്തെ പ്രസാദം ജീവനാന്തം നിലനിൽക്കുന്നു. ഹല്ലേലൂയ. His favor is for a lifetime എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പിന്നെ നമുക്കറിയാം സങ്കീർത്തനം 126-ാമത്തെ സങ്കീർത്തനം 5-6 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം ആ കൃഷിക്കാരൻ വളരെയധികം പ്രയത്നിച്ചിട്ടാണ് ഒരു കൃഷി ഇറക്കുന്നത്. പക്ഷേ ഇറക്കുന്നത് എന്താണ്? ഒരു പ്രത്യാശയുണ്ട്, ഒരു നല്ല വിളവ് കിട്ടും എന്നുള്ളത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ വചനമാകുന്ന ആ വിത്ത് ചില പ്രയാസമുണ്ടെങ്കിലും, അതനുസരിക്കാൻ പ്രയാസമുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് ഫലം പുറപ്പെടുവിക്കും. അത് അനുഗ്രഹത്തിൻ്റെ ഫലമേ പുറപ്പെടുവിക്കുകയുള്ളൂ. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. ഹല്ലേലൂയ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട്
കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. അപ്പൊ വിത്ത് വിതച്ചിട്ടുണ്ടെങ്കിൽ കറ്റ ചുമന്ന് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് വരും പ്രിയപ്പെട്ടവരെ. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദാനം, ദൈവത്തിന്റെ അനുഗ്രഹമാകുന്ന വചനങ്ങൾ നിങ്ങൾ ചില പ്രയാസപ്പെട്ടോ അല്ല കണ്ണീരോടുകൂടി നിങ്ങൾ അത് അനുസരിക്കുമ്പോൾ ചില പ്രയാസം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. അത് പക്ഷെ നട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ വാഗ്ദാനം അത് നിങ്ങൾ ആഹ്ലാദത്തോടെ അതിൻ്റെ കറ്റ നിങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുവരും. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്, ഒരിക്കലും അത് പാഴായി പോവുക ഇല്ല. പിന്നെ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം, അവിടെയും പറയുന്നുണ്ട് ആൻഡ് വാട്ട് എവർ ഹി ഡസ് വിൽ പ്രോസ്പർ. അവൻ ചെയ്യുന്നതിനൊക്കെ അവന് അഭിവൃദ്ധി ഉണ്ടാകും. എന്ന് വായിച്ചേ അവസാനം, അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ഹല്ലേലൂയ. അവൻ ചെയ്യുന്നതിനൊക്കെ പ്രോസ്പെരിറ്റി. ഞാനിപ്പോൾ പ്രോസ്പെരിറ്റി കോഴ്സിൽ പൈസയുടെ പ്രോസ്പെരിറ്റിയെ കുറിച്ചല്ല സംസാരിക്കുന്നത്. നിന്റെ ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് അഭിവൃദ്ധി? ദർ ഇസ് നോ ലാക്ക്, ബിക്കോസ് എൻ്റെ ദൈവത്തിനും നിങ്ങളുടെ ദൈവത്തിനും അത് കുറവില്ല. ഹീ ഈസ് ഓൾ സഫിഷ്യൻറ്റ്. ഹീ ഈസ് ഓൾ സഫിഷ്യൻറ്റ്. പിന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് സങ്കീർത്തനം ഐസ പ്രവാചന പുസ്തകം 43-ാമത്തെ അധ്യായം 1-2 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെയും ദൈവം നമ്മളുമായിട്ടുള്ള ബന്ധം. സി അവർ ഗോഡ് ഇസ് എ പൊസസീവ് ഗോഡ്. നമ്മൾ അത്രയും പൊസസീവ് ആണോ അബൌട്ട് ഗോഡ്? ദൈവം നമ്മളെക്കുറിച്ച് ഹീസ് പൊസസീവ്. നമ്മൾ ദൈവത്തെക്കുറിച്ച് പൊസസീവ് ആണോ? അതോ പറയുന്നത് അവൻ ഏകരക്ഷകനാണ്, അവൻ രക്ഷകന്മാരുടെ ഇടയിൽ ഒരു രക്ഷകനാണ് എന്നൊക്കെ പറയുന്നുണ്ടോ? You must be possessive about your God, that he is the only savior, that there is salvation only in Jesus Christ. വായിച്ചേ ഐസ പ്രവാചകൻ 43:1-2. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ഹല്ലേലൂയ. നീ ആരുടേതാണ്? എന്റേതാണ്. നീ ആരുടേതാണ്? അവൻ ഞാൻ ആരുടേതാണ്? യേശുവിന്. പറഞ്ഞേ, ഞാൻ യേശുവിൻ്റെതാണ്. ഞാൻ യേശുവിൻ്റെതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. യേശുവിൻ്റെതായതുകൊണ്ട് ഉള്ള അനുഗ്രഹങ്ങൾ എന്താണ്? സമുദ്രത്തിൽ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. ഹല്ലേലൂയ. അപ്പോൾ സമുദ്രത്തിലൂടെ കടക്കേണ്ടി വരും, അഗ്നിയിലൂടെ കടക്കേണ്ടി വരും, പക്ഷെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനം 23-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഈവൻ ഇഫ് ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത് ഐ വിൽ ഫിയർ നോ ഈവിൾ ഫോർ ദൗ ആർട്ട് വിത്ത് മീ. എന്ന് വായിച്ചേ, മരണത്തിന്റെ നിഴലിന്റെ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അവിടുന്ന് കൂടെയുള്ളത് അവിടുത്തെ വചനം എൻ്റെ കൂടെ ഉള്ളതിനാൽ, അവിടുത്തെ വാഗ്ദാനം എൻ്റെ കൂടെ ഉള്ളതിനാൽ, അങ്ങയുടെ അനുഗ്രഹം എൻ്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എന്താണ് പ്രിയപ്പെട്ടവരെ? ഞാൻ സമുദ്രത്തിലൂടെ പോയാലും ഞാൻ തീയിലൂടെ പോയാലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ. ദാറ്റ് ഈസ് എ ഫ്രൂട്ട്. ആക്ച്വലി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഫലം എന്താണ്? ആ കംഫർട്ട്. നമ്മൾ പ്രയാസത്തിലൂടെ പോവും, ദുഃഖമുണ്ടാകും, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദുഃഖമുണ്ടാകും, പ്രയാസം ഉണ്ടാകും, എല്ലാം ഉണ്ടാവും. എങ്കിലും അതിൽ നിന്നൊക്കെ നമുക്ക് അതികടക്കുവാനുള്ള ഒരു പ്രത്യാശയുണ്ട്. അതുകൊണ്ട് റോമാർക്കുള്ള 5-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം, ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഈ പ്രത്യാശ യേശു ക്രിസ്തുവിൽ, വചനത്തിൽ, അനുഗ്രഹത്തിൽ ഉള്ള എൻ്റെ ആ പ്രത്യാശ എന്നെ നിരാശനാക്കുന്നില്ല. കാരണം എന്താണ്? എനിക്ക് എന്നെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവുണ്ട്. ആ അറിവ് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയിരിക്കുകയാണെന്ന് വായിച്ചിട്ട്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ട് എനിക്ക് വളരെയധികം ഫലം, ദൈവത്തിന്റെ വചനത്തിന്റെ ഫലം എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെല്ലാം എനിക്ക് പ്രാപിക്കാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണ്? ഇതിനേക്കാളൊക്കെ ദൈവം എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്നെ ഒരിക്കലും കൈവിടുകയില്ല. ആ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ഇത് കേൾക്കാൻ ആർക്കൊക്കെ സന്തോഷമുണ്ട്? ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എഫിഷ്യൻസ് ലേഖനം 1-ാമത്തെ അധ്യായം 20 മുതൽ വായിക്കുകയാണെങ്കിൽ നമുക്ക് കേൾക്കുന്നുണ്ട്, ദൈവം ഈ യേശു ക്രിസ്തു ഇരിക്കുന്നത് എവിടെയാണ്? എല്ലാ ആധിപത്യത്തിൻ്റെയും പ്രഭുത്വത്തിൻ്റെയും നാമത്തിൻ്റെയും എല്ലാ, he is above every principality and power and dominion and name that is named. He is above everything. He is in control. He is in charge. അപ്പോൾ അങ്ങനെ ഒരു ദൈവം
എൻ്റെ ദൈവമാണെങ്കിൽ, ആ ദൈവമായിട്ട് എനിക്ക് വ്യക്തിപരമായ സ്നേഹബന്ധമുണ്ടെങ്കിൽ, ആ ദൈവം പറയുകയാണ് എന്നോട് നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് എ ഫ്രൂട്ട്, ദ ഹാപ്പിനെസ്, ദ ജോയ് ആൻഡ് ദ പീസ് ദാറ്റ് വി ഹാവ്. പ്രയാസത്തിലൂടെ പോകും പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും പ്രയാസങ്ങൾ ചിലപ്പം സാധാരണ ഉള്ളവരെക്കാൾ കൂടുതലായിരിക്കും. എങ്കിലും അവിടെ പറയുന്നത് എന്താണ്? ആ പ്രത്യാശ, ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് വെളിപ്പെടുത്തി കിട്ടിയതുകൊണ്ട് എനിക്ക് പ്രത്യാശയുണ്ട്. പ്രത്യാശ എന്നെ നിരാശനാക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ സക്രിയ പ്രവാചന പുസ്തകത്തെ 4-ാമത്തെ 6-ാമത്തെ വചനത്തിൽ പറയുന്നത്, സൈന്യബലത്താലല്ല കരബലത്താലല്ല ദൈവത്തിൻ്റെ ആത്മാവിലാണ് എന്ന് സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഭയപ്പെടേണ്ട ഒരു ആവശ്യവും ഇല്ല. പിന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. അവർ ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് ബ്രേക്ക് ത്രൂസ്. വഴിയില്ലാത്തടത്ത് വഴി ഉണ്ടാക്കുന്ന ദൈവമാണ്. അതാണ് സെറുബാബേൽ പറഞ്ഞ് നമ്മൾ നേരത്തെ വായിച്ച സക്രിയ പ്രവാചന പുസ്തകം 4-ാമത്തെ 6-ാമത്തെ വാചനത്തിൽ പറയുന്നത്, ഓ സെറുബാബേൽ, വാട്ട് ഇസ് ദിസ് മൗണ്ടൻ? ഈ മല എന്താണ്? അത് ഞാൻ അടിച്ച് നിരത്തി കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ എതിരെ വരുമ്പോൾ ഒന്നിനും ദൈവത്തിൻ്റെ വചനത്തിന് എതിരെ നിൽക്കാൻ പറ്റുകയില്ല, ദൈവത്തിൻ്റെ ശക്തിയുടെ എതിരെ നിൽക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. ആ റോമൻസ് 4-ാമത്തെ അധ്യായം 17-18 വചനം പറയുന്നത്, അവിടെ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം നമ്മളുണ്ടെങ്കിൽ, അവൻ്റെ സാന്നിധ്യത്തിൽ എനിക്ക് ജീവിക്കുവാൻ, അവൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും പ്രയാസമില്ല. കാരണം ഞാൻ ആശ്രയിക്കുന്ന ആ ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉണ്ടാക്കുവാൻ കഴിവുള്ളൊരു ദൈവമാണ്. ഒരു വചനം കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കാൻ പറ്റുന്ന ദൈവമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കണ്ണുകൾ കൊണ്ട്, എൻ്റെ ഫിസിക്കൽ ഐസ് കൊണ്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും എനിക്കറിയാം ആ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്നുള്ളത്. ഒന്ന് വായിച്ച്. ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മരിച്ചവർക്ക് ജീവനും അസ്തിത്വമില്ലാത്തവയ്ക്ക് അസ്തിത്വവും നൽകുന്നവൻ്റെ മുമ്പിൽ അവൻ വിശ്വാസം അർപ്പിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പുള്ളതായിരുന്നു ഈ വാഗ്ദാനം. നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കുമെന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലായിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. ഓ ഹല്ലേലൂയ. മതി, അവിടെയാണ്. ആ വചനം ഞാൻ ഒന്ന് വായിക്കാം. ഇൻ ദ പ്രസൻസ് ഓഫ് ഹിം whom he believed, God who gives life to the dead and calls those things which do not exist as though they did. Calls to existence the things which did not exist as though they did. അതെന്താണ്? കാരണം അവൻ വിളിക്കുമ്പോൾ അതുണ്ടാകുകയാണ്. ഹലോ, അവൻ ഇല്ലാത്തൊരവസ്ഥയിൽ അവൻ വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ വചനം കൊണ്ട് അത് സൃഷ്ടിക്കപ്പെടുകയാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? He calls to existence that those things which do not exist as though they did. കാരണം അവൻ്റെ അതരത്തിൽ നിന്ന് ആ വചനം വരുമ്പോൾ let there be light, പ്രകാശം ഉണ്ടാകട്ടെ. പ്രകാശമില്ലായിരുന്നു, അന്ധകാരമായിരുന്നു, പ്രകാശം ഉണ്ടാകട്ടെ എന്ന് അവൻ പറഞ്ഞപ്പോൾ പ്രകാശമുണ്ടായി. അതുകൊണ്ട് അടുത്ത വചനം പറയുന്നത്, who contrary to hope in hope believed. Which contrary to hope in hope believed. എന്താണ്? ഇപ്പോൾ ചെങ്കടൽ രണ്ടാകുന്നത് പറഞ്ഞത് ഏത് സാധാരണഗതി നോക്കുകയാണെങ്കിൽ അത് അസാധ്യമാണ്. പക്ഷേ അത് ഒരു കോൺട്രിയാണ്, നമുക്ക് വിശ്വസിക്കാനോ പ്രതീക്ഷിക്കാനോ പറ്റുന്നതിൻ്റെ വിപരീതമാണ്, എതിരാണ്. എങ്കിലും ദൈവം വാഗ്ദാനം ചെയ്ത ആ വചനത്തിൽ അവൻ പ്രത്യാശ ഉള്ളതുകൊണ്ട് ഹു കോൺട്രറി ടു ഹോപ്പ് ഇൻ ഹോപ്പ് ബിലീവ്ഡ്. കാരണം ദൈവത്തിൻ്റെ വചനത്തിന് പാഴാകുകയില്ല എന്നുള്ളൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. ആ പ്രത്യാശയിൽ വിശ്വസിച്ചതുകൊണ്ട് അവൻ സാധാരണഗതിയിൽ സംഭവിക്കുകയില്ല എന്നുള്ളൊരു സത്യത്തിൻ്റെ എതിരെ വിശ്വസിച്ചുകൊണ്ട് അവിടെ ഒരു അത്ഭുതം നടന്നു. സോ ഹു കോൺട്രറി ടു ഹോപ്പ് ബിലീവ്ഡ് ഇൻ ഹോപ്പ് ബിലീവ്ഡ്. അപ്പോൾ മനസ്സിലാക്കണം, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഏത് സാഹചര്യമാണെങ്കിലും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 8-ാമത്തെ അധ്യായം 9-ാമത്തെ വചനത്തിൽ പറയുന്നത്, അവൻ എനിക്ക് വേണ്ടി, ഞാൻ സമ്പന്നനാകുവാൻ വേണ്ടി അവൻ ദരിദ്രനായി. ഞാൻ സമ്പന്നനാകാൻ വേണ്ടി അവൻ ദരിദ്രനായി. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം പറയുന്നുണ്ട്, എൻ്റെ ബലഹീനതയിൽ അവൻ്റെ ശക്തി പ്രകടമാകുക. അതുകൊണ്ട് ഞാൻ ബലഹീനനാകുമ്പോൾ ഞാൻ ശക്തനാകുകയാണ്, ഞാൻ ബലഹീനാകുമ്പോൾ ഞാൻ ശക്തനാകുകയാണ്. ഹല്ലേലൂയ. പിന്നെ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം 21-ാമത്തെ വചനം പറയുന്നുണ്ട്, അവൻ എൻ്റെ പാപം എടുത്തിട്ട് അവൻ്റെ നീതി എനിക്ക് തന്നു. അപ്പോൾ ഇവിടെ എല്ലായിടത്തും നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം നമുക്കൊരു എക്സ്ചേഞ്ച് നടത്തുകയാണ്, ഒരു കൈമാറ്റം നടത്തുകയാണ്. അവൻ്റെ സമ്പന്നത എനിക്ക് തന്നിട്ട് അവൻ ദരിദ്രനായി, അവൻ്റെ നീതി എനിക്ക് തന്നിട്ട് എൻ്റെ പാപം അവൻ ഏറ്റെടുത്തു.
അതുപോലെ തന്നെ എൻ്റെ ബലഹീനത അവൻ ഏറ്റെടുത്തിട്ട് അവൻ്റെ ശക്തി എനിക്ക് തന്നു. അതുകൊണ്ട് ദിസ് ഇസ് ദ ഹോപ്പ് ദറ്റ് വി ഹാവ്. നമ്മളുടെ സാഹചര്യത്തിൽ, നമ്മുടെ അവസ്ഥയിലല്ല നമ്മൾ നോക്കുന്നത്, പക്ഷെ അവൻ്റെ അവസ്ഥയിൽ, അവൻ്റെ കഴിവിലാണ് നമ്മൾ നോക്കുന്നത്. അവന് കഴിവുണ്ടെങ്കിൽ എനിക്ക് കഴിവുണ്ട്. കാരണം ഈ എക്സ്ചേഞ്ചിന് അവൻ എപ്പോഴും സമ്മതമാണ്. ആർ യു വിത്ത് മീ? ഞാൻ എൻ്റെ കഴിവിലല്ല നോക്കുന്നത്, ഞാൻ അവൻ്റെ കഴിവിൽ. യേശു ദൈവത്തിന് കഴിവുണ്ടോ എങ്കിൽ എനിക്ക് കഴിവുണ്ട്. കാരണം അവൻ ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ, എൻ്റെ ബലഹീനത എടുത്തിട്ട് അവൻ്റെ ശക്തി എനിക്ക് തരും. എൻ്റെ ദാരിദ്ര്യം എടുത്തിട്ട് അവൻ്റെ സമ്പന്നത എനിക്ക് തരും. എൻ്റെ പാപം എടുത്തിട്ട് അവൻ്റെ നീതി എനിക്ക് തരും. ഇതാ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇൻ ഹോപ്പ് ഹി ബിലീവ്ഡ്. അല്ലെങ്കിൽ ആ പ്രത്യാശ അവനെ നിരാശനാക്കിയിട്ടില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കാം, ഒരു ക്ലാസിക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നിയമത്തിൻ്റെ ജഡ്ജസ് ന്യായാധിപന്മാരുടെ പുസ്തകം ജഡ്ജസ് 6-ാമത്തെ അധ്യായം 15-ാമത്തെ വചനത്തിൽ അവിടെ ഗിഡിയോൻ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, ആ വചനത്തോട് മുഴുവൻ വായിക്കുകയാണെങ്കിൽ അവിടെ ആ മീഡിയനൈറ്റ്സുമായിട്ട് ആ ഇസ്രായേൽ ജനത്തിന് വളരെയധികം പീഡനമുണ്ടാകുന്ന ഒരു കാലമാണ്. അവരെ പേടിച്ചിട്ട് മുന്തിരിച്ചക്കിനകത്തിരുന്നിട്ടാണ് അവർ മെതിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത്രയും പേടിച്ച് അവരെ കാണാതിരിക്കാനായിട്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ ഗിഡിയോൻ എന്ന് പറഞ്ഞ വ്യക്തിയോട് ദൈവം സംസാരിക്കുകയാണെന്ന് വായിച്ചേ. 15 വായിക്കുക. അല്ല, ഗിഡിയോൻ തിരിച്ചൊരു മറുപടി കൊടുക്കുക. ഗിഡിയോന്റെ അവസ്ഥയെ അവൻ തുറന്നു കാണിക്കുകയാണ്. ഗിഡിയോൻ പറഞ്ഞു, അയ്യോ കർത്താവേ, ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? മനാസയുടെ ഗോത്രത്തിൽ എന്റെ വംശം ഏറ്റവും ദുർബലമാണ്, എന്റെ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരനുമാണ് ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഒറ്റയാളെന്ന പോലെ മിദ്യാൻകാരൻ. അപ്പോൾ അവൻ്റെ അവസ്ഥ നോക്കുമ്പോൾ അവന് ഒട്ടും യോഗ്യതയില്ലാത്തവനാണ്. പക്ഷെ ദൈവം പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള വാഗ്ദാനം ഉള്ളതിനാൽ ദൈവം അവൻ്റെ അവസ്ഥ മുൻകൂട്ടി കാണാൻ പറ്റി. 12-ാമത്തെ വചനത്തിൽ അവൻ്റെ അവസ്ഥ എന്താണെന്ന് ദൈവം അവിടെ വചനത്തോട് പറയുകയാണ്. കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ധീരനും ശക്തനുമായ മനുഷ്യൻ, കർത്താവ് നിന്നോട് കൂടെ. ഹല്ലേലൂയ. മാൻ ഓഫ് വാലർ എന്നാ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഗിഡിയോൻ അവൻ്റെ അവസ്ഥ അറിയാം. അവൻ മനാസ എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ചെറിയ. പിന്നെ അവൻ്റെ വീട്ടിലാണെങ്കിലും അവൻ ഏറ്റവും ബലഹീനനാണ്. പക്ഷേ ദൈവം അവനെ വേറൊരു ദിനത്തിലാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് നമ്മൾ വിശ്വസിച്ച്, ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ, ഞാൻ പ്രവർത്തിക്കുന്നത് എൻ്റെ ശക്തിയിലല്ല, ദൈവത്തിൻ്റെ ശക്തിയിലാണ്. എൻ്റെ കഴിവിലല്ല, ദൈവത്തിൻ്റെ കഴിവിലാണ്. എൻ്റെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും യേശു ക്രിസ്തു വഴി എനിക്കും അസാധ്യമായ ഒന്നുമില്ല എന്ന് വിശ്വസിക്കാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ ആ ജഡ്ജസ് 6-ാമത്തെ അധ്യായം 7-8 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അറിയാം എങ്ങനെയാണ് ഗിഡിയോന് ഈ അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ, ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവന് തന്നെ ഒരു രൂപാന്തരം ഉണ്ടാകുകയാണ്. അവൻ അവിടെ വളരെയധികം വിജയങ്ങൾ ഉണ്ടാകുകയാണ്. പിന്നെ അതിലിപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം ഇതാണ്, നമ്മൾ വി ഷുഡ് ബി ഏബിൾ ടു മേക്ക് എ പോസിറ്റീവ് കൺഫെഷൻ. നമ്മൾ ഒരു ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുവാൻ പറ്റണം. ജീവൻ്റെ വചനങ്ങൾ സംസാരിക്കാൻ പറ്റണം. നമുക്കറിയാം, യോഹന്നാൻ്റെ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ ദൈവം നമ്മളോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വചനങ്ങൾ, നമ്മൾ സംസാരിക്കുന്ന വചനങ്ങൾ ജീവൻ കൊടുക്കുവാൻ കഴിവുള്ളതാണ്. അതുകൊണ്ട് നമ്മളത് പാഴായിട്ട് സംസാരിക്കരുത്. പ്രത്യേകിച്ച് നമ്മളുടെ മക്കളും അവരോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന വചനങ്ങൾ എന്ത് വചനമായിരിക്കണം? ജീവൻ്റെ വചനമായിരിക്കണം. അല്ലാതെ നീ പൊട്ട, നീ ഒന്നിനും കൊള്ളാത്തവൻ, നീ മടിയാ എന്നല്ല വിളിക്കേണ്ടത്. നമ്മളുടെ മക്കളെ വിളിക്കേണ്ടത് യു മസ്റ്റ് എൻകറേജ്. ദൈവത്തിൻ്റെ വചനം കൊണ്ട് അവരെ എൻകറേജ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ നാശത്തിൻ്റെ അല്ലെ മരണത്തിൻ്റെ വചനങ്ങൾ സംസാരിച്ചാൽ അവർക്ക് നാശവും മരണമേ ഉണ്ടാകുകയുള്ളൂ. ബിക്കോസ് യു ആർ കഴ്സിങ് ദം വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. കാരണം നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രോവേർബ്സ് 18-ാമത്തെ അധ്യായം 21-ാമത്തെ വചനം പറയുന്നുണ്ട്, ഡെത്ത് ആൻഡ് ലൈഫ് ആർ ഇൻ ദ പവർ ഓഫ് ദ ടങ് ആൻഡ് ഹി ഹു ലവ്സ് ഇറ്റ് വിൽ ഈറ്റ് ഇറ്റ്സ് ഫ്രൂട്ട്. എന്ന് വായിച്ചേ. പ്രോവേർബ്സ് 18-21. ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും. ജീവനെ നശിപ്പിക്കുവാനും പുലർത്തുവാനും നാവിന് കഴിയും. അപ്പോൾ നമ്മുടെ സംസാരം, പ്രിയപ്പെട്ടവരെ, ഗോഡ് ഹസ് ഗിവൻ യു ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ദ ടങ്. അത് നമ്മൾ ശ്രദ്ധിച്ചുപയോഗിക്കണം. പ്രത്യേകിച്ച് നമ്മളുടെ മക്കളെ ശപിക്കരുത്. മക്കളെ ശപിക്കരുത്. അവരെന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മക്കളെ അനുഗ്രഹിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും. ശപിച്ചിട്ടുണ്ടെങ്കിൽ ശാപവും ഉണ്ടാവും. ബിക്കോസ് പ്രോവേർബ്സ് പറയുന്നത് ലൈഫ് ആൻഡ് ഡെത്ത് ഈസ് ഇൻ ദ പവർ ഓഫ് ദ ടങ് ആൻഡ് ഹി ഹു ലവ്സ് ഇറ്റ് വിൽ ഈറ്റ് ഇറ്റ്സ് ഫ്രൂട്ട്. ഞാൻ ശപിക്കുന്ന വചനങ്ങളാണെങ്കിൽ
ശാപത്തിൻ്റെ കനി ഞാൻ ഭക്ഷിക്കും. അനുഗ്രഹിക്കുകയാണെങ്കിൽ അനുഗ്രഹത്തിൻ്റെ ഫലം ഞാൻ ഭക്ഷിക്കും, കനി ഞാൻ ഭക്ഷിക്കും. കാരണം എന്താണ്? ഞാൻ ശപിക്കുന്ന വചനങ്ങൾ വിത്താണ്, ശാപമാകുന്ന ഫലം ഞാൻ ഭക്ഷിക്കും. ഞാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ അത് അനുഗ്രഹത്തിൻ്റെ വിത്താണ്, അനുഗ്രഹത്തിൻ്റെ ഫലം ഞാൻ ഭക്ഷിക്കും. കാരണം മാങ്ങ നട്ടാൽ മാങ്ങ ഉണ്ടാവുകയുള്ളൂ, അല്ലേ? ചക്ക നട്ടാൽ ചക്ക ഉണ്ടാവുകയുള്ളൂ. അനുഗ്രഹം നട്ടാൽ അനുഗ്രഹമേ ഉണ്ടാവുകയുള്ളൂ. ശാപം നട്ടാൽ ശാപമേ ഉണ്ടാവുകയുള്ളൂ. ഹല്ലേലൂയ. കാരണം നമുക്കറിയാം ഈ വചനം എന്ത് ശക്തിയുള്ളതാണ്. ദൈവത്തിൻ്റെ യേശുവിൻ്റെ ആ പരസ്യകാല ജീവിതം നോക്കുകയാണെങ്കിൽ തന്നെ യേശു വലിയൊരു കൊടുങ്കാറ്റിനെ ശാസിച്ചതും മരിച്ചവരെ ഉയർപ്പിച്ചതും സൗഖ്യം കൊടുത്തതും കുരുടർക്ക് കാഴ്ച കൊടുത്തതും മുടന്തർക്ക് നടക്കാനുള്ള കഴിവ് കൊടുത്തതും ചെവിടർക്ക് കേൾവി കൊടുത്തതും പിന്നെ കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തതും പിന്നെ പിശാച് ബാധിതർക്ക് ഒരു വിടുതൽ കൊടുത്തതും എല്ലാം എങ്ങനെയാണ്? വചനം കൊണ്ടാണ്. അവിടെ മരുന്ന് കൊടുത്തില്ല, ഇഞ്ചക്ഷനൊന്നും കൊടുത്തില്ല, ടാബ്ലറ്റ്സ് ഒന്നും കൊടുത്തില്ല. ദൈവത്തിൻ്റെ വചനം കൊണ്ട് മാത്രമാണ് അവിടെ സൗഖ്യം കൊടുത്തത്. അപ്പോൾ യേശു ക്രിസ്തു പ്രവർത്തിച്ചത് വചനം കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. കാരണം വചനമാണ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ. അത് ദാറ്റ് ഈസ് എ സീഡ് ടു ദ ഹീലിംഗ്, ദാറ്റ് ഈസ് എ സീഡ് ടു ദ ഡെലിവറൻസ്. ആ ഒരു വിടുതലിൻ്റെ അല്ലെങ്കിൽ സൗഖ്യത്തിൻ്റെ അല്ലെങ്കിൽ അനുഗ്രഹത്തിൻ്റെ വിത്താണ് വചനം, അനുഗ്രഹമാകുന്ന വിത്ത്. അത് ഫലമാണ് സൗഖ്യം, ഫലമാണ് വിടുതൽ, ഫലമാണ് ഒരു അനുഗ്രഹം കിട്ടിയത്. ഹല്ലേലൂയ. അനുഗ്രഹം ഇൻ ദ ഫോം ഓഫ് ഒരു വിടുതലോ അല്ലെങ്കിൽ ഏത് മേഖലയിലാണെങ്കിൽ ആ ഫലം ഈ വിത്തിൻ്റെ ഈ അനുഗ്രഹത്തിൻ്റെ ഫലമാണ് നമ്മൾ കണ്ടത്. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം എബ്രായർക്കുള്ള ലേഖനം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ അറിയാം ദൈവം പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ്. അങ്ങനെ വചനം കൊണ്ട് സൃഷ്ടിച്ച ആ പ്രപഞ്ചം ഇന്ന് ദൈവം നിലനിർത്തുന്നതും വചനം കൊണ്ടാണ്. എബ്രായർക്കുള്ള ലേഖനം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം പറയുന്നത് ഈ അപ്പോൾസ് ഓൾ തിങ്സ് ബൈ ദി വേർഡ് ഓഫ് ഹിസ് പവർ. വേർഡ് ഓഫ് ഹിസ് പവർ. ആക്ച്വലി someone was asking, is it the power of his word? ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇറ്റ് ഇസ് വേർഡ് ഓഫ് ഹിസ് പവർ. വചനം അവൻ്റെ ശക്തിയാണ്. വചനം ഇറ്റ് ഇസ് എ വേർഡ് ഓഫ് ഹിസ് പവർ. ഹിസ് പവർ ഇസ് ഇൻ ദ വേർഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഹിസ് പവർ ഇസ് ഇൻ ദ വേർഡ്. സോ ഇറ്റ് ഇസ് എ വേർഡ് വിച്ച് ഡെമോൺസ്ട്രേറ്റ്സ്, വിച്ച് മാനിഫെസ്റ്റ് ഹിസ് പവർ. വായിച്ചേ. അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. അവന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. So it's a word which demonstrates his power. Hallelujah. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനം 14-ാമത്തെ അധ്യായം 26-ാമത്തെ വചനം പറയുന്നത് ആ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കും. He will come bring it to our remembrance all that Jesus Christ has told us. ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ അനുഗ്രഹങ്ങൾ എന്താണെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, you must have a relationship. അവസാനിക്കാനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്രയധികം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനമാണ്. ഒന്ന് പറഞ്ഞേ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്. കാരണം നമുക്ക് മനസ്സിലാക്കണം, ദൈവം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവത്തെ സംബന്ധിച്ച് ഹീസ് വെരി പൊസസീവ് അബൌട്ട് യു. ഹീസ് വെരി പൊസസീവ്. കാരണം എന്താണ്? നമുക്കറിയാം പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ചത് not with corruptible things like silver or gold, but by the precious blood of the Lamb of God. So God is very possessive about you. വളരെ വിലപിടിപ്പുള്ള ഒരു സാധനം കൊടുത്തിട്ടാണ് നിങ്ങളെ ഓരോരുത്തരെയും എന്നെയും വാങ്ങിച്ചത്. സോ ഈസ് വെരി പൊസസീവ്. അങ്ങനെ പൊസസീവ് ആയതുകൊണ്ട് ഹീസ് ഗിവിംഗ് എൻ അഷ്യൂറൻസ് ഓൾസോ. ഇസ് എഫിഷ്യൻസ് 1-ാമത്തെ അധ്യായം 13-14 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, യു ഹാവ് ബീൻ സീൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഓഫ് പ്രോമിസ്, who is the guarantee of our inheritance until the redemption of the purchased possession to the praise of his glory. അപ്പോൾ നമ്മൾ ഓരോരുത്തരും വിലയ്ക്ക് വാങ്ങിച്ച ഒരു പൊസഷനാണ്, ദൈവത്തിൻ്റെ സ്വന്തം. മനസ്സിലൊന്ന് വായിച്ചേ, അവിടെ ഗോഡ് ഇസ് സോ പൊസസീവ് അബൌട്ട് യു. നമ്മളും ആ ദൈവത്തെ നമ്മളും അത്ര പൊസസീവ് ആണോ? യേശു, നീ എൻ്റെ രക്ഷകനാണ്, നീ എൻ്റെ ഏക രക്ഷകനാണ്, ഐ ലവ് യു ജീസസ് എന്ന് നമുക്ക് പറയുന്നുണ്ടോ? ദൈവം നമ്മളോട് കാണിക്കുന്ന ആ സ്നേഹം നമ്മൾ തിരികെ കാണിക്കുന്നുണ്ടോ? കാരണം നമ്മൾ വേദന വചനം പറയുന്നുണ്ട്, ഞങ്ങൾ നിന്നെ ആദ്യം സ്നേഹിച്ചതല്ല, ബട്ട് യു ലവ്ഡ് us ഫസ്റ്റ്. നീ ഞങ്ങളെ ആദ്യം സ്നേഹിച്ചു. ആ സ്നേഹിച്ചപ്പോൾ ഞാനും നീയും ശത്രുതയിലായിരുന്നു, എങ്കിലും നീ അത്രയധികം എന്നെ സ്നേഹിച്ചു, അതുകൊണ്ട് ഞാനിപ്പോൾ നിന്നെ സ്നേഹിക്കുന്നു. രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും. അപ്പൊ രക്ഷ എവിടെയാണ്? വചനത്തിലൂടെയാണ്. വചനമാകുന്ന അനുഗ്രഹത്തിന്റെ ഫലമാണ് രക്ഷ. രക്ഷയുടെ സദ്വാർത്തയായ
സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. That he is sealed. അത് എന്റേതാണ്. This is mine. This belongs to me. പാസ്റ്റർ രാജേഷ് അവിടെ പറഞ്ഞതല്ലോ, ഫാന്തം വന്നിട്ട് സീലിടുന്ന പോലെ. ഹല്ലേലൂയ. നമുക്കറിയാം ഓണർഷിപ്പ് അല്ലേ, ഓണർഷിപ്പ്. നമ്മൾ പണ്ട് ബോർഡിംഗ് ഹൗസിലൊക്കെ ഉള്ളപ്പം ഷർട്ടിൻ്റെ പുറകിൽ നമ്പർ ഇടും. എന്തിനാണ് നമ്പർ ഇടുന്നത്? ഇത് ഇന്ന ആളുടെ ആണെന്ന് അറിയാൻ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദൈവം he has sealed you the Holy Spirit of the living God as a mark of ownership that you belong, I belong to Jesus Christ. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. അവിടെ ഇച്ചിരി translation I don't think is all that correct. It says who is a guarantee of our inheritance. എനിക്ക് ദൈവം വാഗ്ദാനം ചെയ്ത ആ അവകാശത്തിന്റെ ഒരു ഗ്യാരണ്ടിയാണ് പരിശുദ്ധാത്മാവ്. എന്നുവരെ till the redemption of the purchased possession. ഞാൻ ഈ ലോകത്തിൽ നിന്ന് വരിച്ച യേശു ക്രിസ്തുവുമായിട്ട് ഒന്നായി ആ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നത് വരെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യമില്ല. കാരണം ഐ എം ഓൾറെഡി ഇൻ ദ ഇൻഹെറിറ്റൻസ്. ഞാൻ ആ കാലം വരെ എനിക്കൊരു ഗ്യാരണ്ടി ആയിട്ട് ഓഫ് വാട്ട്, ഞാൻ ആരാണ്? പർച്ചേസ് പൊസഷനാണ്. എന്തിനാണ്? ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങിക്കപ്പെട്ട ആ വ്യക്തിയുടെ അവകാശത്തിൻ്റെ ഒരു ഗ്യാരണ്ടി ആയിട്ടാണ് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു മുദ്ര തന്നിരിക്കുന്നത്. മനസ്സിലാക്കണം. ഗോഡ് ലവ്സ് us so much. എത്രയധികം ആ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളും ആ ദൈവത്തെ സ്നേഹിക്കണ്ടേ? അങ്ങനെ ഞാൻ ആ ദൈവത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഹോസിയ പ്രവാചകൻ പറയുന്നത് പോലെ വ്യഭിചാരമാണ് ഞാൻ ചെയ്യുന്നത്. ആത്മീയ വ്യഭിചാരം. There is a spirit of harlotry. ഹോസിയ 5:4 പറയുന്നുണ്ട്, 5:4 പറയുന്നുണ്ട്. There is a spirit of harlotry. ദൈവവുമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് വചനത്തിൽ, that you have been betrothed. നമ്മൾ ഒരു വിവാഹ ഉടമ്പടി ചെയ്തവരാണ്. എന്നിട്ട് നമ്മൾ വേറെ വ്യക്തികളുടെ പുറകെ പോവുകയാണെങ്കിൽ, വേറെ ദേവന്മാരെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആത്മീയ വ്യഭിചാരമാണ്. കാരണം നമ്മുടെ രക്ഷകനായിട്ട് യേശു മാത്രമേ ഉള്ളൂ. നമ്മൾ ഏത് വ്യക്തിയായിക്കോട്ടെ, ഏത് നല്ല വ്യക്തിയായിക്കോട്ടെ, ആ വ്യക്തിയുമായിട്ട് എനിക്ക് എൻ്റെ രക്ഷയ്ക്കോ എൻ്റെ അനുഗ്രഹത്തിനോ ഒരു ബന്ധമുണ്ടാക്കുകയാണെങ്കിൽ അത് ആത്മീയ വ്യഭിചാരം തന്നെയാണ്. വായിച്ചേ. തങ്ങളുടെ ദൈവത്തിന്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ. There is a spirit of harlotry. ആ ഏക ദൈവമായിട്ട് ഞാൻ ദൈവത്തിന് ഐ എം ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളൊരു അറിവ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മറ്റു വ്യക്തികളെ നോക്കുന്നത്, ഇറ്റ് ഈസ് എ ഹാർലട്രി. ഇത് നിങ്ങൾ തന്നെ നോക്കുക. നിങ്ങൾ കല്യാണം കഴിച്ച വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ വല്ലവരുടെയും പുറകെ പോവുകയാണെങ്കിൽ യു നോ വാട്ട്, ലോകം എന്താണ് നിങ്ങളെ പറയുക. അതുതന്നെ പ്രിയപ്പെട്ടവരെ, ആത്മീയ തലത്തിലും നിങ്ങൾ യേശുവുമായിട്ട് നിങ്ങളൊരു വിവാഹ ഉടമ്പടി ഉണ്ടായി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതം യേശുവിന് പൂർണ്ണമായിട്ട് കൊടുക്കുകയും യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് നിങ്ങൾ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ വേറെ വ്യക്തികളുടെയോ വേറെ എന്തെങ്കിലും രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ പുറകെ പോവുകയാണെങ്കിൽ അത് ആത്മീയ വ്യഭിചാരമാണ്. നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യഭിചാരം ചെയ്യുന്നവന് മരണശിക്ഷയാണുള്ളത്. വ്യഭിചാരം ചെയ്യുന്നവന് മരണശിക്ഷയാണുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും രക്ഷകനായിട്ട് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. വേറെ നിങ്ങൾ കേൾക്കുന്ന വചനങ്ങളൊക്കെ കേൾക്കുമായിരിക്കും, അവിടെയുണ്ട് രക്ഷ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇന്നിപ്പം നടക്കുന്ന ഒരു കാര്യമാണ്. വേറെ എവിടെ ആരോ പ്രത്യക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ അവിടെ ഓടിപ്പോവുകയാണ്, അവിടെ നൊവേന ചെല്ലുകയാണ്, അവിടെ പ്രാർത്ഥനകൾ അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതൊക്കെ സാത്താൻ്റെ കബളിപ്പാണ്, അതൊക്കെ വ്യഭിചാരമാണ്, ആത്മീയ വ്യഭിചാരമാണ്. കാരണം യേശു ക്രിസ്തുവാണ് ഏകരക്ഷകൻ.